സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകരുള്ള നടിയാണ് ഹണി റോസ്. താരത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പരിഹസിച്ചിട്ടുള്ള സെലിബ്രിറ്റിയും ഹണി റോസ് തന്നെയായിരിക്കും. താരം ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾ കേട്ടിട്ടുള്ളത് തന്റെ ശരീരത്തിന്റെ പേരിൽ തന്നെയാവണം. ഏറ്റവും കൂടുതൽ ക്രൂരമായ തരത്തിലുള്ള ബോഡി ഷെയ്മിംഗ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതും ഹണി റോസിനാണ്. വളരെ വർഷങ്ങളായി സിനിമയിലുണ്ടെങ്കിലും തന്റെ അഭിനയത്തിലുള്ള പ്രാവീണ്യം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ ഹണി റോസിന് അവസരം ലഭിച്ചിരുന്നില്ല. ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ മോൺസ്റ്റർ പരാജയമായിരുന്നുവെങ്കിലും അതിലെ ഹണിയുടെ പ്രകടനത്തെ ആരാധകർ പ്രശംസിച്ചിരുന്നു. മോൺസ്റ്റർ കുറച്ചെങ്കിലും കണ്ടത് ഹണി റോസിനു വേണ്ടിയാണെന്നാണ് പല ആരാധകരും സിനിമ കണ്ട ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് താൻ പലപ്പോഴും കാത്തിരിക്കുന്നതെന്ന് ഹണി റോസ് പറയാറുണ്ട്. ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഹണി റോസ് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. നല്ല സിനിമകൾ ഹണി റോസിന് ലഭിക്കുന്നില്ലെന്നും കുറെ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഹണി ഫീൽഡ് ഔട്ട് ആകാത്തതെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട്. വളരെ തരം താണ തരത്തിലുള്ള ബോഡി ഷേമിംഗ് വരെ താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ഹണി റോസ് പലപ്പോഴും സംയമനം പാലിച്ച് പൊട്ടിത്തെറിക്കാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴിതാ സിനിമയിൽ നിന്നും തനിക്കുണ്ടായ ഒരു വിഷമകരമായ അനുഭവത്തെക്കുറിച്ച് ഹണി റോസ് വെളിപ്പെടുത്തിയ വീഡിയോയാണ് വൈറലാകുന്നത്. റിംഗ് മാസ്റ്ററിൽ നെഗറ്റീവ് കഥാപാത്രമായിരുന്നുവെങ്കിലും അത് ചെയ്യാൻ തനിക്ക് സന്തോഷമായിരുന്നു എന്നാണ് ഹണി പറയുന്നത്. നെഗറ്റീവ് റോൾ ആകുമ്പോൾ പെർഫോം ചെയ്യാൻ കുറച്ചുകൂടി സ്പേസ് ഉണ്ടാകും. റാഫി സാർ കഥ പറഞ്ഞപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച്. പിന്നീട് തനിക്ക് തോന്നി വിട്ടുകളയാൻ പാടില്ല, ഇത് ചെയ്യണമെന്ന്. പിന്നെ ദിലീപേട്ടന്റെ സിനിമ കൂടിയാണ് റിംഗ് മാസ്റ്റർ. സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എന്നെ ബാധിക്കുകയോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്തിട്ടില്ല. കഥയും കഥാപാത്രവും ആവശ്യപ്പെട്ടാൽ ഏത് വേഷത്തിനും ഒരു നടി എന്ന നിലയിൽ താൻ തയ്യാറാണെന്ന് ഹണി റോസ് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് 1/2 എന്ന ചിത്രത്തിലെ ലിപ് ലോക്ക് രംഗത്തിൽ അഭിനയിച്ചതും. എന്നാൽ ആ ലിപ് ലോക്ക് രംഗത്തിൽ അഭിനയിച്ചതിൽ പിന്നീട് വിഷമം തോന്നി എന്ന് താരം പറയുന്നു. തന്റെ ലിപ് ലോക്ക് രംഗം അവർ കച്ചവടം ചെയ്യുകയായിരുന്നു എന്നാണ് നടി പറയുന്നത്. 1/2 ആ ലിപ് ലോക്ക് രംഗത്തിൽ അഭിനയിക്കണമോ എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചിരുന്നു. കഥയും സന്ദർഭവും മനസ്സിലായപ്പോൾ അഭിനയിക്കാതെ വയ്യ. പക്ഷേ എങ്ങനെ അഭിനയിക്കുമെന്ന് ഓർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒടുവിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. ലിപ് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും അച്ഛനും അമ്മയ്ക്കും സമ്മതം ഉണ്ടായിരുന്നില്ല. പിന്നീട് സംവിധായകനും എഴുത്തുകാരനും ലിപ് ലോക്കിന്റെ സാഹചര്യം വിശദീകരിച്ചപ്പോഴാണ് അവർ സമ്മതിച്ചത്. ആ സിനിമയിൽ എന്റെ അഭിനയം മികച്ചതായിരുന്നു. പക്ഷേ സംസാരമായത് സെക്കൻഡുകൾ മാത്രമുള്ള ആ ലിപ് ലോക്ക് മാത്രമാണ്. സിനിമയുടെ പ്രൊമോഷനിൽ പോലും ആ ചുംബന രംഗത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന കാഴ്ച ഫ്രീസ് ചെയ്ത് കാണിച്ചു. കഥാപാത്രം ആവശ്യപ്പെടുന്നതിനാലാണ് സത്യസന്ധമായി ആ രംഗം അഭിനയിക്കാൻ ഞാൻ തയ്യാറായത്. എന്നാൽ പിന്നീട് ആ രംഗം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ വിഷമം തോന്നി. ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഹണി റോസിന്റെ ലിപ് ലോക്കും മറ്റു പലതും എന്ന രീതിയിൽ വന്നിരുന്നു. ഞാൻ വളരെ വൈകാരികമായി ചെയ്ത രംഗം കച്ചവടം എന്ന നിലയിൽ ഉപയോഗിക്കപ്പെട്ടതിൽ വേദന തോന്നി. സിനിമയുടെ ബിസിനസ് എന്ന രീതിയിലായിരിക്കാം ആ ലിപ് ലോക്ക് രംഗം പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ അത് സംവിധായകന്റെ ഭാഗത്ത് നിന്നും വന്ന പ്രൊമോഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു പ്രൊമോഷൻ നടത്തിയത് സിനിമയെ ബാധിച്ചു. കുടുംബ പ്രേക്ഷകരെ ആ പ്രൊമോഷൻ അകറ്റി നിർത്തിയെന്നും വേദനയോടെ ഹണി റോസ് പറയുന്നു.